കോട്ടയം മെഡിക്കൽ കോളേജിൽ അനാസ്ഥയുടെ സ്മാരകമായ കെട്ടിടം തകർന്നു വീണപ്പോൾ നഷ്ടപ്പെട്ടതൊരു ജീവനാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയും ആശ്രയമാണ്. ബിന്ദുവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉയരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. എന്നാൽ അപകടസ്ഥലം സന്ദർശിക്കാതെ മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴും തിരിച്ചു പോകുമ്പോഴുമൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കരിങ്കൊടി പ്രതിഷേധം പലയിടത്തുമുണ്ടായി. അശ്വിൻ പാലാഴിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്ന് രാവിലെ മുതൽ മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു. ഈ അപകടസ്ഥലം സന്ദർശിക്കുന്നതിലൊക്കെ മുഖ്യമന്ത്രി പോവാതിരുന്നത് തന്നെ ഒരുപക്ഷെ ഈ കനത്ത പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണോ? ഇപ്പോഴും മുഖ്യമന്ത്രി ജില്ലയിൽ തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പലയിടങ്ങളിലും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരും ഒക്കെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഗോകുൽ, ഇന്ന് മുഖ്യമന്ത്രി ഈ ജില്ലാതല അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തുള്ളപ്പോൾ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പരിപാടിയിൽ വൈകുന്നേരമുള്ള ഉഴവൂരിലുള്ള സയൻസ് സിറ്റി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി മറ്റൊരു പരിപാടി വൈകുന്നേരം ഉണ്ടായിരുന്നത്. അവിടേക്ക് പോകും വഴി അതിനു മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ഈ ആളുകളുമായി ഡോക്ടർമാരടക്കമുള്ള സംഘവുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ വരവ് പ്രതീക്ഷിച്ച് ആ സ്ഥലത്ത് വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. അവിടേക്ക് ആളുകൾ കയറാത്ത വിധത്തിൽ കയറ് കെട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. അപകട സ്ഥലം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോയിരുന്നില്ല. പക്ഷേ വലിയ പ്രതിഷേധമാണ് നേരിട്ടത്. അശ്വിൻ, തുടരാം. അതായത് മുഖ്യമന്ത്രിക്ക് അവിടേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ മറ്റൊരു കാര്യം സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ഉപദേശം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് എത്തിയാൽ വലിയ പ്രതിഷേധമുണ്ടാകും. രോഗികൾക്കിടയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ആരെങ്കിലും നുഴഞ്ഞു കയറി ഒരു കരിങ്കൊടി പ്രതിഷേധമടക്കം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് അവിടേക്കുള്ള മുഖ്യമന്ത്രിയുടെ വരവ് വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അതിനുശേഷം പുറത്തേക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിക്ക് 3 ഇടങ്ങളിലാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ മാത്രം കരിങ്കൊടി കാണേണ്ടി വന്നത്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും 3 തവണയാണ് കരിങ്കൊടി കാണിച്ചത്. അത് പോലീസിന് ആ കരിങ്കൊടി പ്രതിഷേധങ്ങൾ തടയാനായില്ല, മുൻകൂട്ടി അറിയാനായില്ല. ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അത് കഴിഞ്ഞ അരമണിക്കൂറായ പ്രതിഷേധം തുടരുന്നു. ഒപ്പം SDP പ്രതിഷേധം ഇതിനകത്തും മറ്റുമെല്ലാമേ നടക്കുന്നുമുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ജില്ലയിൽ നിന്ന് പുറത്തേക്ക് എവിടെ ഇറങ്ങിയാലും അവിടെ കരിങ്കൊടി മുഖ്യമന്ത്രിക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ് പ്രഖ്യാപനം. എന്തായാലും ഈ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരികെ തിരുവനന്തപുരത്ത് മടങ്ങും വഴി എല്ലായിടത്തും പ്രതിഷേധം ഉണ്ടാകും. അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണോ എറണാകുളത്തേക്കാണോ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. സ്വാഭാവികമായും പോകുന്ന വഴികളിലെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും BJPയുടെ അടക്കം പ്രവർത്തകർ കാത്തിരിക്കുന്നുണ്ട് പ്രതിഷേധവുമായി എന്നുള്ള ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ അവർ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രാത്രി പ്രതിഷേധങ്ങളുടേതാണ്, കരിങ്കൊടി പ്രതിഷേധങ്ങളുടേതായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുന്നു. ആശുപത്രിക്ക് അകത്തും പുറത്തുമായി വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് എത്തുമ്പോഴും തിരികെ പോകുമ്പോഴും വലിയ പ്രതിഷേധം നേരിട്ടു. മുൻപ് മുഖ്യമന്ത്രിക്ക് ഇതുവരെ നേരിടേണ്ടി വന്ന പ്രതിഷേധങ്ങളെ പോലെയല്ല. കരിങ്കൊടി കാട്ടി തന്നെ പ്രവർത്തകർ ആ വഴികളിൽ ഉണ്ടായിരുന്നു. പോലീസിനെ നിയന്ത്രിക്കാവുന്നതിനപ്പുറത്തേക്ക് പലയിടങ്ങളിലും കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിനടുത്ത് വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം എത്തി. സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിൽ കോഴിക്കോട് റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്ക്, ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പല സംഘടനകൾ, വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അങ്ങനെ തെരുവിലിറങ്ങി പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിനെതിരെ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ, വീഴ്ചകൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, അതിന് പിന്നാലെയാണ് ഇന്ന് ഒരു ജീവൻ നഷ്ടമാകുന്ന അപകടം അത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത്.